ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, സമസ്തയുടെ എന്താണ് ചെയ്തിട്ടുള്ളത്? പരസ്യമായി ചോദിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരെ, ജ്യേഷ്ഠ സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, അലിഫ് എന്ന അക്ഷരം ഇവിടെ നമ്മളെ പഠിപ്പിച്ചത് ആരാണ്? ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സ്വയം ചിന്തിച്ച് നോക്ക്. സമസ്തയാണ് പഠിപ്പിച്ചത്. നമ്മൾ സമസ്തയുടെ മദ്രസയിൽ നിന്നാണ് പഠിച്ചത്. ഭംഗിയായി നിസ്കരിക്കാൻ പഠിപ്പിച്ചത് ആരാണ്? സമസ്തയാണ്. നോമ്പെടുക്കാൻ പഠിപ്പിച്ചത് ആരാണ്? സമസ്തയാണ്. ഹജ്ജ് ചെയ്യാൻ പഠിപ്പിച്ചത് ആരാണ്? സമസ്തയാണ്. നമ്മളൊരു ഉംറയ്ക്ക് പോയാൽ കഅബയ്ക്ക് ചുറ്റും ആളുകൾ ഇങ്ങനെ തവാഫ് ചെയ്യും. പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട്. അവരൊക്കെ ഒന്നും ചൊല്ലിപ്പറയാതെ ഇങ്ങനെ കൂട്ടത്തിൽ ഒഴുകി നടക്കും. എന്നാൽ കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോയ ആളുകൾ, ഉംറയ്ക്ക് പോയ ആളുകൾ കൃത്യമായി ആ ഏട് എടുത്തുകൊണ്ട് ഓരോ തവാഫിലും ചൊല്ലേണ്ട ദിക്റുകൾ ഭംഗിയായി നോക്കി ചൊല്ലാൻ അറബി അക്ഷരങ്ങൾ പഠിപ്പിച്ചതാരാണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അത് ഈ മദ്രസ സംവിധാനങ്ങൾക്ക് നാട്ടുകാർ ഉണ്ടാക്കിയത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചാൽ, എന്തേ കർണാടകയിൽ നാട്ടുകാരില്ലേ? തമിഴ്നാട്ടിൽ മുസ്ലിങ്ങളായ നാട്ടുകാരില്ലേ? തൊട്ടപ്പുറത്ത് ആന്ധ്രാപ്രദേശിൽ മുസ്ലിങ്ങളില്ലേ? ഗുജറാത്തിൽ മുസ്ലിമീങ്ങളില്ലേ? വലിയ വ്യവസായികളില്ലേ അവിടെ? അപ്പുറത്ത് യു-പിയിൽ മുസ്ലിങ്ങളില്ലേ? സമ്പന്നരില്ലേ? നാട്ടുകാരില്ലേ? ആ ചോദ്യത്തിൻ്റെയൊക്കെ ഉത്തരം അന്വേഷിക്കുമ്പോൾ ഇന്ന് ആധ്യാത്മിക രംഗത്ത്, ആത്മീയ രംഗത്ത് വളർച്ച പ്രാപിച്ച ഏത് മേഖലയുമുള്ള മുസ്ലിം സഹോദരന്മാരും സമസ്തയോട് കടപ്പെട്ടവരാ. നിങ്ങൾ ഏത് മേഖലയിൽ പരിശോധിച്ച് നോക്കിയാലും സിനിമാ നടന്മാരെ കൂട്ടത്തിൽ പോലും നിസ്കരിക്കുന്ന ആളുകളുണ്ട്. അവർ മതം പഠിച്ചത് എവിടുന്ന? സമസ്തയുടെ സ്ഥാപനങ്ങളിൽ നിന്നാണ്. ഇത്ര വലിയ കടപ്പാട് പരിശോധിച്ച് നോക്കുമ്പോൾ സമസ്ത മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ശാശ്വതമായ ലോകം വിജയിപ്പിക്കാൻ ആവശ്യമായ പാത അവർക്ക് ഒരുക്കി കൊടുത്തു എന്നാണ് സമസ്ത. ഇത് ഏറ്റവും വലിയ സേവനം. സമസ്ത ഒരുപാട് ഭൗതിക കാര്യങ്ങൾ ചെയ്തിട്ടില്ലായിരിക്കാം. ഒരു കാര്യം സമസ്ത സൂക്ഷ്മമായി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 100 വർഷക്കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സംവിധാനമാണ് ദീൻ. മനുഷ്യർക്ക് വേണ്ടി, ജിന്നുകൾക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച് വരച്ച് കാണിച്ച ചട്ടക്കൂട്, നിയമങ്ങളും ചട്ടങ്ങളും, ഇതാണ് ഇസ്ലാം, അതാണ് ശരീഅത്ത്. അതിലൊന്നു പോലും വെട്ടിമാറ്റാൻ നമുക്ക് അവകാശമില്ല. കാരണം അള്ളാഹുവിൻ്റെതാണ് ദീൻ. അതിലേക്ക് ഒന്നുപോലും അഡീഷണലായി കൂട്ടിച്ചേർക്കാൻ നമുക്ക് അവകാശമില്ല. കാരണം അള്ളാഹുവാണ് ഈ ചട്ടങ്ങൾ ഉണ്ടാക്കിയത്. അതുപോലെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് ഭേദഗതി വരുത്താൻ വേണ്ടി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വന്നപ്പോൾ, ജമാഅത്തെ ഇസ്ലാമി വന്നപ്പോൾ, തബ്ലീഗ് ജമാഅത്ത് വന്നപ്പോൾ, വ്യാജ തരീഖത്തുകൾ വന്നപ്പോൾ, എത്ര പുതിയ വാദഗതികളുമായി ഏതൊക്കെ ചരിത്രത്തിൽ ഏതൊക്കെ കക്ഷികൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ. ഉറപ്പ് വരുന്നത് വരെ അള്ളാഹു ഇബാദത്ത് ചെയ്യുക, ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇബാദത്ത് ആവശ്യമില്ല എന്ന് പറഞ്ഞ മശായിഖുമാർ, വ്യാജന്മാർ രംഗത്ത് വന്നിട്ട് കേരളത്തിൽ. ഇന്നമൽ മുഅ്മിനു ഇഖ്വ, മുഅ്മിനീങ്ങളൊക്കെ ഏകോദര സഹോദരന്മാരെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ ത്വരീഖത്തിൽ ബൈഅത്ത് ചെയ്താൽ പിന്നെ ആണും പെണ്ണും പരസ്പരം സഹോദരി സഹോദരന്മാരാണ്, കാണുന്നതിനും സ്പർശിക്കുന്നതിനും വിലക്കില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്ന വ്യാജസിദ്ധന്മാരുണ്ട്. ആളുകൾ അങ്ങോട്ട് പോയില്ലേ? എന്തൊക്കെ മേഖലയിൽ, കാളികാവ് മേഖലയിൽ ഞാൻ വളരെ ചെറുപ്പമാണ്, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് ചേകനൂർ മൗലവി കാളികാവിൽ വന്ന് എത്ര പ്രസംഗമാണ് നടത്തിയത്. അയാൾ പറഞ്ഞ വാദഗതികൾ, അയാൾ സുന്ദരമായ ഖുർആൻ ആയത്തുകൾ ഇങ്ങനെ ഒഴുക്കോടുകൂടി ഓതിക്കൊണ്ട് അയാൾ സ്ഥാപിക്കുന്നത് 5 വഖത്ത് നിസ്കാരമില്ല, 3 ഉള്ളൂ, കൃത്യമായി സ്ഥാപിക്കുകയാണ്. റമദാനിൽ നോമ്പ് മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമല്ല, അത് കേരളത്തിൽ ബാധകമല്ല. അത് അറബികൾ ഈത്തപ്പഴവും ആട്ടിൻ്റെ മാംസവും തിന്ന് തടിച്ചു കൊഴുത്തത് കൊണ്ട് കൊളസ്ട്രോൾ ലഘൂകരിക്കാൻ വേണ്ടി പ്രവാചകൻ ശാസ്ത്രീയമായി നിഷ്കർഷിച്ചതാണ് നോമ്പ്. ഈ പാവം മിസ്കിന്മാർക്ക് മത്തിയും കപ്പയും തിന്ന് ജീവിക്കുന്ന മര്യാദക്ക് ഭക്ഷണം കിട്ടുന്ന ആളുകൾക്ക് ഒരിക്കലും പ്രവാചകൻ നോമ്പ് നിർബന്ധമാക്കില്ല. ഇങ്ങനെയുള്ള വാദഗതികളുമായി രംഗത്ത് വന്നപ്പോൾ എത്ര ആളുകൾ, എത്ര കുടുംബങ്ങൾ അങ്ങോട്ട് പോയി? എത്ര കുടുംബം ഇന്നും അത് കുറ്റിയെ പറ്റി പോയിട്ടില്ല. ഒറ്റപ്പെട്ട ആളുകളുടെ അവശിഷ്ടങ്ങൾ ഇന്നും കാളികാവ് മേഖലയിലുണ്ട്. ആരാണത് സമസ്തയെ, മുസ്ലിം സമൂഹത്തെ രക്ഷപ്പെടുത്തിയത്? വളരെ ശക്തമായി എല്ലാ ഏറും കുത്തും അടിയും കൊണ്ടുകൊണ്ട് സ്റ്റേജിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കടന്നു വന്നപ്പോഴും ഈ പരിശുദ്ധമായ ദീന്റെ ഒറിജിനാലിറ്റി മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഒരു കാരണവശാലും അതിൽ മാറ്റം വരുത്താനുള്ള നീക്കം അനുവദിക്കില്ല. മുസ്ലിം സമൂഹത്തിന്റെ യാഥാർത്ഥ്യം ഇതാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി ഓരോ പുതിയ പ്രശ്നക്കാർ രംഗത്ത് വന്നപ്പോൾ അവരെ ചെറുത്തുനിന്ന് മുസ്ലിം സമൂഹത്തെ ഈ പൂർവികമായ പാരമ്പര്യ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ പ്രവർത്തിച്ചത് അതാണ് സമസ്തയത്. ഞാനും നിങ്ങളും ഈ ഇരിക്കുന്ന ഈ മേഖലയിലെ മുഴുവൻ മുസ്ലിമീങ്ങളും സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഈ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കാൻ ആരാ കാരണക്കാർ? അതുകൊണ്ടാണ് നമ്മൾ ഈമാൻ സലാമത്തങ്ങൾ മരിച്ചു പോകുന്നത്. ഈ സുന്നിയിൽ നിൽക്കുന്ന ആളുകൾ, സുന്നിയായി ജീവിക്കുന്ന ആളുകൾ കെലിമ ചൊല്ലി മരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അവർ കെലിമ ചൊല്ലി മരിക്കുന്നുണ്ട്.
നിങ്ങളൊക്കെ നാട്ടിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഉദാഹരണങ്ങളില്ലേ? അങ്ങനെ കലിമ ചൊല്ലി മരിച്ചാൽ എന്താ അതിന്റെ അർത്ഥം? മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ ആൾറെഡി പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. നമ്മളെ കാരണവന്മാർ, നമ്മളെ പിതാക്കന്മാർ, നമ്മളെ ഉമ്മമാർ കലിമ ചൊല്ലി മരിക്കുന്നില്ലേ? ആ കലിമ ചൊല്ലി മരിച്ച് ശാശ്വതമായി സ്വർഗം കിട്ടാൻ ആവശ്യമായ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത കണിശമായ നിലപാടുമായി മുന്നോട്ട് പോയി ഈ മുസ്ലിം സമൂഹത്തെ ആ പാതയിൽ ഉറപ്പിച്ചു നിർത്തിയത് തന്നെയാണ് സമസ്ത ചെയ്ത ഏറ്റവും വലിയ സേവനം. എന്നിട്ട് പരസ്യമായി ജനലക്ഷങ്ങൾ മുമ്പിൽ ചോദിക്കുകയാണ്, സമസ്ത എന്താ അവിടെ മുസ്ലിങ്ങൾക്ക് ചെയ്തത് എന്ന്. ഇതിലപ്പുറം ആരാണ് ചെയ്യാനുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട, റോഡും പാലവും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അതൊക്കെ നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾ നേടിത്തരും. പക്ഷെ നമ്മുടെ ഭൗതിക സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ദീൻ ഇതേപടി നിലനിർത്താൻ വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സമസ്ത സ്വീകരിച്ചില്ല എന്ന് സങ്കല്പിക്കുക. അത് നടക്കുമ്പോൾ നടന്നോട്ടെ, മുസ്ലിം ഐക്യത്തിന് വിഘാതമാകും. തൽക്കാലം അഭിപ്രായ വ്യത്യാസങ്ങൾ പറയേണ്ട, തൽക്കാലം മുജാഹിദും ജമാഅത്തൊക്കെ നമുക്ക് ഒരുമിച്ച് പോകാം എന്നൊരു സമീപനം സ്വീകരിച്ചാൽ എന്തായിരിക്കും മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥാവിശേഷം? ഈ ബിദഅത്ത് പ്രസ്ഥാനം നമ്മൾ ചെറുപ്പക്കാരെ വലയിട്ട് കൊണ്ടുപോകും. ബിദഅത്തിലേക്ക് മനുഷ്യർ പെട്ടെന്ന് ആകർഷിക്കണം. കാരണം ഇബ്ലീസിന്റെ മാർഗ്ഗമാണത്. അതിൽ നിന്ന് പ്രതിരോധിച്ച് ഈ മുസ്ലിം സമൂഹത്തെ രക്ഷിച്ച് ഒരു തള്ളക്കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളെ കാത്തുരക്ഷിക്കുന്ന പോലെ നിതാന്ത ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയി സമസ്ത ഈ കേരളീയ മുസ്ലിം സമൂഹത്തെ ഇന്നും ഇവിടെ ഈ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തിയാണ്. ചില്ലറ സേവനമല്ല, വിലമതിക്കാനാവാത്ത സേവനമാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പരസ്യമായി ചോദ്യം ചെയ്താൽ, സമസ്തയെക്കുറിച്ച് മോശമായ ചിത്രമുണ്ടാക്കിയാൽ, സമസ്തയെ ദുർബലപ്പെടുത്താൻ സാധിച്ചാൽ ആർക്കാണ് നേട്ടം? ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. സമസ്തയെ സമൂഹത്തിൽ വില കുറപ്പിച്ച് കാണിക്കാൻ പറ്റില്ല. ഇതൊരു സാധാരണ കേസല്ല. സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങൾ തൊട്ട് ഇന്നോളം നേതൃത്വം വഹിക്കുന്ന മഹാപണ്ഡിതന്മാരും അവരുടെ പ്രത്യേകതകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. എൻ്റെ ബഹുമാനനായ മുക്കം ഉമർ ഫൈസി ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് അന്വേഷിച്ച് നോക്ക്. മാധ്യമങ്ങൾക്കിടയിൽ, ചാനലുകൾക്കിടയിൽ പ്രതിയോഗികൾ സൃഷ്ടിച്ച ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിനപ്പുറം അദ്ദേഹത്തിൻ്റെ വീട്ടിലും നാട്ടിലും അദ്ദേഹത്തിൻ്റെ ജീവിതം പോയി അന്വേഷിച്ച് നോക്ക്. അഭിവന്ദനായ ശൈഖുന ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ജീവിച്ച മഹാനായ ഉമർ ഫൈസിയോട് അദ്ദേഹം ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു, PSC ഗവൺമെൻറ് ജോലി കിട്ടി ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലി ഒഴിവാക്കിക്കൊണ്ട് ശംസുൽ ഉലമയുടെ കൂടെ നിൽക്കാൻ, സേവനത്തിൽ നിൽക്കാൻ ശംസുൽ ഉലമ തെരഞ്ഞെടുത്ത മഹാപണ്ഡിതനാണ് മുക്കം ഉമർ ഫൈസി അവർ. പട്ടിക്കാട് ജാമിഅനൂരി അറബിക്കൊന്ന് ഫസ്റ്റ് റാങ്ക് നേടിയ മഹാപണ്ഡിതനാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ ഇരുത്തി ഒന്നും സംസാരിക്കാത്ത ജീവിത രീതികൾ അന്വേഷിച്ചു നോക്കി. സമസ്തയുടെ സകലമാന പണ്ഡിതന്മാരെ കുറിച്ചും ഇന്നത്തെ സമസ്തയുടെ അധ്യക്ഷനുണ്ടല്ലോ, സോഷ്യൽ മീഡിയ ഇങ്ങനെ പറയുന്ന ആളുകളുണ്ടല്ലോ, എഴുതുന്ന ആളുകളുണ്ടല്ലോ, കുറ്റപ്പെടുന്ന ആളുകളുണ്ടല്ലോ. ഒരു കാര്യം നമ്മൾ ഓർക്കുക, നമ്മുടെ മഹാപണ്ഡിതന്മാരെയും സാദാത്തുക്കളെയും അധിക്ഷേപിക്കുന്ന ആളുകൾ ആരായിരുന്നാലും ശരി, ഏത് പണ്ഡിതന്മാരെയും ഏത് സാദാത്തുക്കളെയായിരുന്നു അർഹിക്കാത്ത കാര്യം പറയുന്നുണ്ടെങ്കിൽ പഴയ കാലത്തെ പോലെയല്ല. പഴയ കാലത്ത് ഞാനൊരാളെ കുറ്റം പറഞ്ഞാൽ എനിക്കൊരു നിമിഷം തോന്നും ഞാൻ ചെയ്തു പോയ തെറ്റാണ്, ഞാൻ അദ്ദേഹത്തെ ഗീബത്ത് പറയാൻ പാടില്ലായിരുന്നു, കടുത്ത അപരാധമാണ്. സുഹൃത്തെ, 10 കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ ഉംറയ്ക്ക് പോവുകയാണ്. എൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തുകിടുന്ന ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളെപ്പറ്റി ഇങ്ങനെ മോശമായി പറഞ്ഞത് പൊരുത്തപ്പെട്ട് തരുന്ന പറയാൻ സാധിക്കും. സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നമ്മൾ സുഹൃത്തിനെ കുറിച്ച്, പ്രത്യേകിച്ച് ഒരു ആലിമിനെ കുറിച്ച്, ഒരു സയ്യിദിനെ കുറിച്ച് ഒരു അപരാധം നമ്മൾ എഴുതി വച്ചാൽ, ഒരു വോയിസ് പറഞ്ഞാൽ അത് എവിടേക്കോ ഷെയർ പോയി 10,000 ജനലക്ഷങ്ങൾ കേട്ട് തെറ്റിദ്ധരിക്കുകയാണ്. ആർക്കാണ് തിരുത്താൻ കഴിയുക? മരിക്കുന്നവരെ തിരുത്താൻ കഴിയുമോ? കാരണം എങ്ങനെയാണ് ജനലക്ഷങ്ങളെ മനസ്സിലേക്ക് നമ്മൾ തെറ്റിദ്ധാരണ തിരുത്താൻ നമുക്ക് സാധിക്കുക? എങ്ങനെയാണ് അവരോട് ക്ഷമാപണം നടത്തുക? ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം നാളെ ആഖിറത്തിലേക്ക് ഹിസാബിന് വരുന്ന സമയത്തായിരിക്കും നമ്മൾ വിരൽ കടിക്കുക. ആരാണ് ജിഫ്രി തങ്ങൾ? ജിഫ്രി തങ്ങളെ കുറിച്ച് നമ്മൾ അടുത്തറിയണം. ജിഫ്രി തങ്ങളുടെ സന്തത സഹചാരിയായിരുന്ന ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രമുഖനാണ് KP ബാപ്പു ഹാജി പുതുപ്പറമ്പ്. അള്ളാഹു അദ്ദേഹം ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൗദിയിൽ വ്യവസായിയും പ്രമുഖ ബിസിനസ്സുകാരനും KMCCയുടെ ലീഡർഷിപ്പുള്ള ആളും മഹാനുമായിരുന്നു അദ്ദേഹം. നാട്ടിൽ ഇന്നും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. പാണക്കാട് കുടുംബവുമായി അടുത്ത് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഹൈദരലി ശിഹാബ് തങ്ങൾ മുതൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വരെ, ആ പൂക്കോയ തങ്ങൾ വരെയുള്ള ആ കണ്ണികളുമായി അടുത്ത ബന്ധമുള്ള, ഇപ്പോഴുള്ള തങ്ങന്മാരുമായി അഭേദ്യമായി ബന്ധമുള്ള ഒരു വലിയ മനുഷ്യനാണ് ബാപ്പു ഹാജി. പക്ഷേ ജിഫ്രി തങ്ങളുമായി അടുത്ത ബന്ധമാണ്. ചില പ്രത്യേക കാരണങ്ങൾ ശംസുൽ ഉലമ ബാപ്പു ഹാജിയോട് ചില കാര്യങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആ ശംസുൽ ഉലമയെ കുറിച്ച് അദ്ദേഹം നേരിട്ട് എന്നോട് പറഞ്ഞ സംഭവമാണ്. നമ്മുടെ കൊണ്ടോട്ടി ദൂരെയല്ല, കൊണ്ടോട്ടി ഒരു മഹാസുന്നി സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ മഹാനായ ജിഫ്രി തങ്ങൾ പ്രസംഗിക്കണം. പ്രസംഗം കഴിഞ്ഞ് മാവൂരിലേക്കാണ് ജിഫ്രി തങ്ങൾക്ക് അടുത്ത പരിപാടിക്ക് പോകേണ്ടത്. മാവൂരിൽ ഭക്ഷണം പരിപാടിക്ക് ബാപ്പു ഹാജിയുടെ മകളെ വീട് മാവൂരാണ്. മകളെ വീട്ടിലാണ് ജിഫ്രി തങ്ങൾക്ക് ഭക്ഷണം, രാത്രി ഭക്ഷണം.
അപ്പോൾ ബാപ്പുവാക്കി ഞാനും വരാം, എൻ്റെ മോളെ വീട്ടിലങ്ങ് മാവൂരിൽ ഭക്ഷണം തന്നു. രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടോട്ടിയിൽ വന്നു. കൊണ്ടോട്ടിയിൽ പ്രസംഗിക്കാൻ വേണ്ടി തങ്ങൾ എഴുന്നേറ്റ് നിന്നു. ആളുകൾ തിങ്ങി നിറഞ്ഞ സദസ്സ്, കുറേ കസാര കെട്ട് ബാക്കി ആളുകൾ നിൽക്കുന്നു. തങ്ങൾ പ്രസംഗിക്കാൻ സലാമോട് പറഞ്ഞതോടുകൂടി വലിയൊരു ഇടിയും കോരിച്ചൊരിയുന്ന മഴയും. ആളുകൾ എഴുന്നേറ്റോടാൻ തുടങ്ങി. തങ്ങൾ പറഞ്ഞു നല്ല മഴ, നല്ല മഴ, ഇരിക്കവിടെ ഇരിക്കവിടെ, മഴ ഒരു തുള്ളി മഴ പെയ്യൂല, ഇരുന്നൂലി അവിടെ നിന്നു. ആൾക്കാർ പിന്നെയും ശങ്കിച്ചു, ഇരിക്കവിടെ എന്ന് പറഞ്ഞത് മേഘം പിടിച്ച് പിഴിഞ്ഞാലും ഇനി മഴ പെയ്യൂല, ഇരിക്കവിടെ നിന്നു. ആളുകളുടെ ഇരുന്നു. ഒരു തുള്ളി മഴ ഇതിന് ശേഷം ചാറിയിട്ടില്ല. പോകുന്ന സമയത്ത് വണ്ടിയത് ഞാൻ തങ്ങൾ പാപ്പനോട് ചോദിച്ചു, തങ്ങളെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നീട് മഴ പെയ്താലോ, ആളുകളെ ഈമാൻ തകരാറിലാവൂലേ എന്ന് ചോദിച്ചു. ബാപ്പുജിൻ്റെ മശായിഹ്മാരെ ബറക്കത്ത് കൊണ്ട് ഒരിക്കലും അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞാൽ നടക്കും, പ്രശ്നം വരില്ല എന്ന്. അതാണ് ജിഫ്രി തങ്ങൾ. അടുത്തറിയുന്ന ആളുകൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് അസറുള്ള പണ്ഡിതന സയ്യിദ, അങ്ങനെ ഞാൻ സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ മഹത്വം പറയാം. അങ്ങനെയുള്ള ആളുകളാണ് അതിൻ്റെ ഉള്ളറയിലേക്ക് ചെന്ന് നോക്കിയാൽ ഓരോ ആളുകളും ആ നിലയിലുള്ള മഹാത്മാക്കളാണ് നേതൃത്വം കൊടുത്ത ആളുകൾ. എനിക്കറിയാലോ, 10-40 വർഷക്കാലം സമസ്തയുമായി അടുത്ത് ബന്ധപ്പെട്ട് പഠിച്ച ആളാണ് ഞാൻ. മഹാനായ കണ്ണീർത്ത് ഉസ്താദ് മുതൽ ഷംസുലമ EK ഉസ്താദ് മുതൽ അൻഡോൺ അബ്ദുൽ മുസ്ലിയാർ മുതൽ CH ഹൈദ്രോസ് മുസ്ലിയാർ മുതൽ മൗലാന KV കോറ്റനാട് ഉസ്താദ് മുതൽ KT മാനു മുസ്ലിയാർ മുതൽ ആ TK ബാ മുസ്ലിയാർ, ആ പണ്ഡിത നിരയുടെ സൂക്ഷ്മതയും ഭക്തിയും നേരിട്ട് അനുഭവിച്ചവരാണ് ഞാൻ. കാരണം SKSMൻ്റെ ജനറൽ സെക്രട്ടറി ഇവരൊക്കെ തിരഞ്ഞെടുത്തു 10-35 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് തൊട്ട് ഇന്നോളം സംഘടനാ നേതൃത്വത്തിലുള്ളത് കൊണ്ട് ഇവരുമായിട്ട് അടുത്ത് ഇടപഴകാൻ സൗഭാഗ്യം കിട്ടിയ കൂട്ടത്തിലുള്ള അവരൊക്കെ സൂക്ഷ്മത. ആ മഹാത്മാക്കൾ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് സമസ്തയെ ദുർബലപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് നേട്ടമാണ് കിട്ടുക? വളരെ പേടിക്കണം. കാരണം നമ്മുടെ ഒരു വാക്ക് കൊണ്ട്, നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് സമസ്തക്ക് പരിക്കേറ്റാൽ, ആളുകളെ മനസ്സിൽ സമസ്തക്ക് ഒരു ബഹുമാനം കുറഞ്ഞു പോയാൽ അതിൻ്റെ ഗൗരവം വളരെ ഗുരുതരമാണ്. കാരണം ഈ ആളുകളെ നേരായ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു മഹാസംവിധാനത്തെ നമ്മൾ പരിക്കേൽപ്പിക്കുകയാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ദുരാരോപണങ്ങൾ നമ്മൾ വഞ്ചിതരാകരുത്. ഇന്നത്തെ കാലത്ത് ആട്ടിനെ പട്ടിയാക്കാൻ സാധിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ആട്ടിനെ പ്രത്യേകിച്ചും വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾക്ക് ഒരു സംഘടന വിചാരിച്ചാൽ, ഒരു സംഘം വിചാരിച്ചാൽ എന്തും കളവും പ്രചരിപ്പിക്കാൻ സാധിക്കും, വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. ആളുകളെ ധാരണ ഉണ്ടാക്കി, തെറ്റായ ധാരണ. ആട്ടിനെ പട്ടിയാക്കിയൊരു സംഭവമുണ്ട് പണ്ട്. ഒരു 2-3 കള്ളന്മാർക്ക് മാർക്കറ്റിൽ നിന്ന് എവിടുന്നും ആ നാട്ടിൽ നിന്നൊന്നും ഒപ്പിക്കാൻ പറ്റില്ല, മോഷണം നടത്താൻ സാധിച്ചില്ല. വലിയ കഷ്ടപ്പാടാണ്. അവസാനം 2-3 കള്ളന്മാർ പ്ലാൻ ചെയ്തു. മാർക്കറ്റിൽ പോയി ആട് വാങ്ങിക്കൊണ്ടു പോകുന്ന സ്ഥലത്തേക്ക് നോക്കി നിന്നു. ഏകദേശം നിഷ്കളങ്കനായ മനുഷ്യൻ ആട് വാങ്ങി പോകുമ്പോൾ അയാളെ കണ്ടെത്തി, അയാളെ ഫോളോ ചെയ്തു. 3 ആൾ ഇയാൾ പോകുന്ന വഴിയിൽ ഓരോ ഭാഗത്ത് നിന്നു. ഫസ്റ്റ് ആളുടെ കൂടി കടന്നു പോകുമ്പോൾ അയാൾ ചോദിച്ചു, അല്ലാജരെ എവിടെ നിന്നാണ് ഇപ്പോൾ ഈ പട്ടിനെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. പട്ടിയോ? എൻ്റെ മുഖത്ത് കണ്ണില്ലടാ, ഇത് പട്ടിയാ? അല്ല, പട്ടി തന്നെയല്ലേ, നിങ്ങൾ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചോ? അനാവശ്യം പറഞ്ഞാൽ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും, ഞാൻ ഇത്ര പൈസ കൊടുത്തിട്ട് വാങ്ങിയ ആടാണ്, അനാവശ്യം പറയുന്നുണ്ട്. നേരെ പോയി. അടുത്ത ഘട്ടത്തിലെത്തിയപ്പോൾ വേറെ കോർണത്ത് വേറെ മനുഷ്യൻ, സാധു മനുഷ്യൻ നിൽക്കണേ. ആചാര്യ വീട്ടിലെന്താ കള്ളന്മാരെ ശല്യം ഉണ്ടോ? എന്തേ? അല്ല, പട്ടിനെ കൊണ്ടുപോകണം കണ്ടപ്പോൾ ചോദിച്ചതാണ്. പട്ടിയോ? അയാളും ചൂടായി. 3ാമത് വീണ്ടും കടന്നു പോയപ്പോൾ വീണ്ടും ഈ പട്ടിനെ കുറിച്ചാണ് ഇവർ 3ാമൻ സാധു മനുഷ്യൻ അന്വേഷിക്കുന്നത്. അപ്പോൾ ഇയാളിങ്ങനെ ഒന്ന് മനസ്സിലാക്കി, ഇതിൻ്റെ മുഖത്ത് നോക്കി, എന്നാൽ പട്ടിനായിരിക്കും എന്ന് വിചാരിച്ച് ആടിനെ വിട്ടിട്ട് മൂപ്പര് വീട്ടിലേക്ക് പോയി. ആളുകൾ ആ കള്ളന്മാർ ആടിനെ പിടിച്ചു കൊണ്ടുപോയി അവരെ കാര്യം നേടി. ഇന്നത്തെ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. എന്ത് കമ്മ്യൂണിസ്റ്റുകാർ, എന്ത് മാർക്സിസ്റ്റുകാർ? ഇതാ നിങ്ങൾ ഈ പ്രദേശത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ എല്ലാ തീരുമാനവും അംഗീകരിച്ചുകൊണ്ട് അതിനൊപ്പം ഉറച്ചു നിൽക്കുന്ന ഓരോ പ്രവർത്തനം എടുത്ത് എണ്ണി നോക്കിയിട്ട് ഒരു മാർക്സിസ്റ്റുകാരനെ തിരഞ്ഞെടുത്ത് തരും. നേരത്തെ മാർക്സിസ്റ്റുകാരായിരുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചുള്ള മുസ്ലിം സഹോദരന്മാരുടെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. അതല്ലാതെ നിങ്ങൾക്ക് ഏത് നാട്ടിലാണ് ഇതിൽ മാർക്സിസ്റ്റുകാരനാണ് എന്ന് വേർതിരിച്ചെടുക്കാൻ സാധിക്കുക? അങ്ങനെ മാർക്സിസ്റ്റും കമ്മ്യൂണിസ്റ്റും ഇല്ലല്ലോ. ഒരു കാര്യമുണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുൽ തീരുമാനത്തൊപ്പം ഉറച്ചു നിന്നുകൊണ്ട് സമസ്ത ദീനാണ് പ്രചരിപ്പിക്കുന്നത്. ആ ദീൻ ഇവിടെ നിലനിൽക്കണം, അതിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസിനില്ല, ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി സമസ്തൻ്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നവർ, അവരെയാണ് ഈ വ്യാജന്മാരായി മാർക്സിസ്റ്റുകാരായി പാണക്കാട് വിരുദ്ധരായി ആരോപിക്കുന്നത്. അപ്പം ഞങ്ങളൊക്കെയുള്ള ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാർ, ഏറ്റവും വലിയ പാണക്കാട് വിരുദ്ധന്മാർ, ഞാൻ ചോദിക്കട്ടെ, പരസ്യമായിട്ടാണത് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ പാണക്കാട് തങ്ങന്മാർക്കെതിരെ, മുസ്ലിം ലീഗിനെതിരെ അരവരി പറഞ്ഞതായിട്ടോ എഴുതിയതായിട്ടോ ഒരു തെളിവ്, ഞാനീ പറഞ്ഞ വാക്ക് എന്നും നിലനിൽക്കും, റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ്, നിങ്ങൾക്ക് കൊണ്ടുവരാം. ഞാനിത് പറയുന്നത്
ഈ പ്രവർത്തകരെ കുറിച്ച്, ഈ സമസ്തയോട് സമുന്നതരായ നേതാക്കന്മാരെ കുറിച്ച്, ഞങ്ങളെപ്പോലുള്ള വിനീതരായ പ്രവർത്തകരെ കുറിച്ച് ദുരാരോപണം ഉന്നയിക്കുമ്പോൾ 100 വട്ടം ആലോചിക്കണം. ഞാനത് ഏറ്റുപിടിക്കേണ്ടതുണ്ടോ? ഗൗരവമുള്ള വിഷയമല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയും, ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയും. പക്ഷെ ശരീഅത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ MSFന്റെ ചില ചെറുപ്പക്കാരായ കുട്ടികൾ രംഗത്ത് വരുമ്പോൾ തിരിച്ച് ഞങ്ങൾ ചെറുപ്പക്കാർ, സമസ്തന്റെ ഒപ്പം നിൽക്കുന്ന ചെറുപ്പക്കാരല്ലേ, ഞങ്ങൾ തിരിച്ച് മറുപടി പറയില്ലേ? അത് സ്വാഭാവികമാണ്. മുത്തലാഖ് നിരോധിക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ പറയുമ്പോൾ, കോടതി നിരോധിക്കുന്നതിന് മുമ്പ്, കേന്ദ്ര ഗവൺമെന്റ് നിരോധിക്കുന്നതിന് മുമ്പ് നിരോധിക്കണമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ അത് ശരിയല്ല, തെറ്റാണ്, മുത്തലാഖ് ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിച്ചതാണെന്ന് പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ലേ? ഇത്തരത്തിലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മുസ്ലിം ലീഗിനെതിരെ, പാണക്കാട് തങ്ങന്മാർക്കെതിരെ അരവരി എഴുതിയതോ ഒരു വാക്ക് വോയിസ് രേഖപ്പെടുത്തിയതോ ഒരു പ്രസംഗം നടത്തിയതോ ഒന്നും ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഞാൻ സൂചിപ്പിച്ചത് ഇവരൊക്കെ ചെയ്ത തെറ്റ് ഞങ്ങളൊക്കെ ചെയ്തിട്ട് സമസ്തന്റെ കൂടെ ഉറച്ചുന്നു, ദീന്റെ കൂടെ ഉറച്ചുന്നു എന്നുള്ളതാണ്. ആ തീരുമാനത്തിൽ ഇനിയും ഉറച്ചു തന്നെ മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. നമുക്ക് മരിച്ചു പോകണ്ടേ? ഇതൊന്നും ശാശ്വതമായ ജീവിതമല്ല. എത്ര നല്ല ചെറുപ്പക്കാരാണ് 60-70 വയസ്സാൻ കാത്തു നിൽക്കാതെ ബ്ലഡ് ക്യാൻസറാണ് ഇനി രക്ഷാമാർഗമല്ല എന്ന് പറഞ്ഞ് വിധി എഴുതപ്പെട്ട ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? മാരകമായ രോഗങ്ങൾക്ക് വിധേയമായ ചെറുപ്പക്കാരില്ലേ? മരണം ഏത് നിമിഷവും നമ്മൾ തേടി വന്നേക്കാം. ഇത് ശാശ്വതമായ ജീവിതമല്ല. ഈ ജീവിതം എത്ര സന്തോഷമായിട്ടും കാര്യമില്ല. മരിച്ചട് പോകുമ്പോൾ അപ്പുറം നമുക്ക് രക്ഷപ്പെട്ട് കിട്ടണം, സ്വർഗം കിട്ടണം. സ്വർഗം കിട്ടാൻ ഒരു വഴിയില്ല. ദീന്റെ യഥാർത്ഥ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. മുജാഹിദ് പ്രസ്ഥാനം തെറ്റായ ആശയം പ്രചരിപ്പിക്കുമ്പോൾ അതിന്റെ സത്യം മുസ്ലിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ജമാഅത്തെ ഇസ്ലാം തെറ്റായ ആശയം പ്രചരിപ്പിക്കുമ്പോൾ അതിന്റെ സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. തബ്ലീഗ് ജമാഅത്ത് എന്തൊക്കെ രൂപഭാവങ്ങൾ സ്വീകരിച്ചു വന്നാലും ശരി, തെറ്റായ ആശയങ്ങളാണെങ്കിൽ അവിടെ തിരുത്തി കൊടുക്കണം. തിരുത്തി കൊടുക്കണം നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ ബാധ്യസ്ഥരാണ്, തിരുത്തി കൊടുക്കണം. അത് മാത്രമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തിട്ടുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. കേരളം ഒഴികെയുള്ള പ്രദേശങ്ങളിൽ, കേരളം ഒഴികെ ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ, ഇന്ത്യക്ക് പുറത്തുള്ള മുസ്ലിം രാജ്യങ്ങളിൽ പോലും ബിദഅഹി പ്രസ്ഥാനങ്ങൾ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടപ്പുറത്താണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പരിഷ്കൃത രൂപങ്ങളുണ്ട്. ഇവിടുത്തെ മുജാഹിദൊക്കെ കടുപ്പ. നേർക്കുനേരെ ഖുർആൻ എടുത്തിട്ട് അവർ സ്വന്തം വ്യാഖ്യാനിച്ചിട്ട് നേർക്കുനേരെ മതവിധികൾ പറയുന്നു. തമിഴ്നാട്ടിലെ മുജാഹിദ് ഇന്നമാ ഹുർരിമ അലൈക്കും മൈത്തത്തു വദ്ദമു വലഹ്മുൽ ഖിൻസീർ. ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിട്ടുണ്ട്, വിലക്കപ്പെട്ടിട്ടുണ്ട്. രക്തം നജസാണ്, വിലക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ശവം വിലക്കപ്പെട്ടിട്ടുണ്ട്. വലഹ്മുൽ ഖിൻസീർ, പന്നിൻ്റെ മാംസവും വിലക്കപ്പെട്ടിട്ടുണ്ട്. ആ പന്നിൻ്റെ മാംസമാണ് ഖുർആൻ ഹറാമാക്കി എന്ന് പറഞ്ഞത്. പന്നിൻ്റെ കൊഴുപ്പിനും പന്നിൻ്റെ ലിവറിനും പന്നിൻ്റെ എല്ലിനൊന്നും കുഴപ്പമില്ല, അത് കഴിക്കാം. ഈ തോതിൽ പറയുന്ന പാർട്ടിക്കാർ, അങ്ങനത്തെ പാർട്ടിക്കാർ പലരും കേരളത്തിലും ഒന്നില്ലേ? എന്തേ അവർക്ക് വിജയിപ്പിക്കാൻ സാധിക്കാതിരുന്നത്? എന്തേ മുസ്ലിങ്ങൾ സ്വാധീനം ചെലുത്താൻ സാധിക്കാതിരുന്നത്? സമസ്തന്റെ ഇടപെടൽ ചില്ലറ കാര്യമല്ല. നമ്മളവിടെ വളരെ കടപ്പെട്ടിരിക്കുന്നത് ആ മഹാത്മാക്കളായ നായകന്മാരുടെ ദറജ സ്വർഗീയ ലോകത്ത് അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ, വലിയ പദവി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ പിന്നിൽ പാറ പോലെ ഉറച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിച്ച് വരും തലമുറകൾ കൈമാറാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.